അതിൽ നല്ലോണം ഈർപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഷോക്ക് അടിച്ചെന്നുള്ളതൊക്കെ. ഇപ്പോൾ എർത്തിൻ്റെ പ്രോബ്ലം വരുമ്പോഴും ചെമ്മരുമൊക്കെ ഈർപ്പം തട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര പ്രശ്നമല്ല, ഷോക്ക് അടിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയൊക്കെ പരമാവധി അത് ചെയ്യിക്കാണ്ടിരിക്കുക. ഇപ്പം നമ്മളെ വീട്ടിലായാലും ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് പറയും, ഞാനിനി എന്തെങ്കിലും സംഭവിച്ചാലും ബുദ്ധിമുട്ടല്ലേ. ഇപ്പം അതുപോലെ തന്നെ നമ്മളെ ഈ മോട്ടറിൻ്റെ സ്വിച്ച് ഒന്നും പിള്ളേരെ കൊണ്ട് ഓണാക്കാൻ നിൽക്കണ്ട. പിള്ളേർ പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ അവർക്കൊന്നും പറ്റില്ല. പരമാവധി കൂടുതലായിരിക്കുള്ളൂ ഈ സംഭവങ്ങൾ, അപകടങ്ങൾ. കാരണം മൊത്തം ഈർപ്പം തങ്ങി നിൽക്കണ്ടാവും, ഈർപ്പം കയറി നിൽക്കണ്ടാവും. വലിയ ആൾക്കാരായാലും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേ പുറത്താണ് സ്റ്റെപ്പെങ്കിൽ പണ്ടത്തെ ഇതിനൊന്നും ചിലപ്പോൾ ടൈലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. ടൈലിട്ടാലും പിന്നെ ജസ്റ്റ് വെള്ളത്തിനുണ്ടെങ്കിൽ വഴുക്കലുണ്ടാവും. എന്നാലും നമ്മൾ ടൈലില്ലെങ്കിൽ മറ്റേ പൂപ്പലൊക്കെ പിടിച്ച് വഴുക്കലുണ്ടാവും. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം തലൊക്കെ അടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ചില മഴക്കാലം ഏറ്റവും മുകളിലായാലും ഇപ്പോൾ വാർക്കട മുകളിലായാലും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും നല്ല കെയർ ചെയ്യണം. മഴക്കാലമാകുമ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു കാര്യമുണ്ട്, പഴയ ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുമ്മ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം മഴക്കാലത്ത് ഗേറ്റൊക്കെ ഇങ്ങനെ ഈർപ്പായം തട്ടിയിട്ട് വിട്ടുപോരേണ്ട നിലയിലായിരിക്കും നിൽക്കുക. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വിട്ടുപോരും. ഇപ്പം തന്നെ ഒരു മോളെയും കൊണ്ട് ഒരമ്മ ബസ്സിനകത്ത് നിൽക്കലേ, അതിൻ്റെ മേത്തേക്ക് സിമെൻറ്റിൻ്റെ ഇഷ്ടിക വീണിട്ട് ആ അമ്മ മരിച്ച്. അതായത് അതിൻ്റെ മോളെ മുന്നിൽ നിന്നിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കും കണ്ടപ്പോൾ എന്തൊരു വിഷമമായെന്നറിയാം. അതിനേലും വലിയ വിഷമമായിരിക്കില്ല അതിൻ്റെ മോൾക്ക്. അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം. കുഞ്ഞുമക്കൾക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. കുഞ്ഞുമക്കളോട് നമ്മൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്നുള്ളത്. അപ്പം ഇപ്പം നമ്മളെ വീട്ടിലായാലും നമ്മൾ പറയുമ്പോൾ അവർ അറിയാം അതൊക്കെ അവർ ശ്രദ്ധിച്ചോളൂ എന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും വന്നിട്ട് നമ്മൾ ദുഃഖിച്ചെന്നിട്ട് കാര്യമില്ല. കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇത് പറയുമ്പോൾ ആൾക്കാർ വരണതൊക്കെ വരുന്നത് അങ്ങനെയല്ല. എന്നാലും ശ്രദ്ധിക്കണം നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് പറയണതാണ്, മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം.